കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെ? ചേരുവകൾ: കോഴി ഇറച്ചി 1 കിലോ, ബസുമതി അരി 1 കിലോ, തൈര് 1 കപ്പ്, സവാള അര കപ്പ് കനം കുറച്ച് അരിഞ്ഞത്, നെയ്യ് 250 ഗ്രാം, മുട്ട പുഴുങ്ങിയത് 2 എണ്ണം, ഗ്രാമ്പു 4 എണ്ണം, കറുകാപ്പട്ട ചെറുതാക്കിയ 4 കഷ്ണങ്ങൾ, ഏലക്ക 3 എണ്ണം, അണ്ടിപ്പരിപ്പ് 10 എണ്ണം, കിസ്മിസ് 1 വലിയ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്, പച്ചമുളക് 100 ഗ്രാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 വലിയ സ്പൂൺ, മല്ലിയില പുതിന ഇല ഇവ ചെറുതായി അരിഞ്ഞത് 3 ടീസ്പൂൺ, നാരങ്ങാനീര് 3 വലിയ സ്പൂൺ, കസ്കസ് അഥവാ പോപ്പി സീഡ് 2 ടീസ്പൂൺ. ഇവ വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്താൻ വയ്ക്കുക. അതിനുശേഷം അരയ്ക്കുക. ബിരിയാണി മസാലക്കൂട്ട്: ഏലക്ക 6, ജാതിക്ക 1/4 കഷ്ണം, ജാതിപത്രി 1 വലിയ സ്പൂൺ, ഗ്രാമ്പു 4, പട്ട 1, പെരുംജീരകം 1 വലിയ സ്പൂൺ, ഉപ്പ് പാകത്തിന്. ഇവ നന്നായി പൊടിച്ചു വയ്ക്കുക. ഇതാണ് ബിരിയാണി മസാലക്കൂട്ട്. കോഴി കഷ്ണങ്ങൾ മാരിനേറ്റ് ചെയ്യുവാൻ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, കറിവേപ്പില 1 തണ്ട്, മല്ലിയില അരിഞ്ഞത് കുറച്ച്. തയ്യാറാക്കുന്ന വിധം: ചിക്കൻ മഞ്ഞൾ, മുളക് പൊടി, ഉപ്പ് ഇവ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ മാറ്റിവെക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് നല്ലത്. ബിരിയാണി അരി നെയ്യിൽ വറുത്ത ശേഷം ആവശ്യമായ ഉപ്പും വെള്ളവും കറുകാപ്പട്ടയും ഏലക്കയും ഗ്രാമ്പുവും ചേർത്ത് തിളപ്പിക്കുക. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നതാണ് കണക്ക്. അരി പകുതി വേവാകുമ്പോൾ വാർത്തെടുത്ത് ഒരു പരന്ന പാത്രത്തിൽ നിരത്തി തണുക്കാനായിട്ട് വയ്ക്കുക. തണുത്തതിന് ശേഷം ഒരു പാനിൽ നെയ്യ് ചൂടാക്കി അതിൽ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഇവ വറുത്ത് കോരുക. അതേ നെയ്യിൽ തന്നെ പകുതി സവാള നല്ല കരുകരുപ്പായി വറുക്കുക. വറുത്ത് മാറ്റി വെച്ച ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വറുത്ത് മാറ്റുക. മൊരിയേണ്ട ആവശ്യമില്ല. അതേ നെയ്യിൽ ബാക്കി സവാള വഴറ്റുക. ഈ നെയ്യ് പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരും. ഒരു ബിരിയാണി ചെമ്പിൽ അല്പം നെയ്യ് ഒഴിച്ച് അതിൽ സവാള വഴറ്റിയത്, കോഴിയിറച്ചി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലി പുതിന പേസ്റ്റ്, നാരങ്ങാനീര്, കറിവേപ്പില, മല്ലി അരച്ചത്, പോപ്പി സീഡ് അരച്ചത്, തൈര്, ബിരിയാണി മസാല പൊടിച്ചതിൽ പകുതി പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം ഇത് ചെറിയ തീയിൽ വേവാൻ അനുവദിക്കുക. ചിക്കൻ പാകത്തിന് വെന്ത് കഴിയുമ്പോൾ തീയ് ഓഫാക്കുക. ഇതിനു മുകളിൽ വെന്ത ചോറിൻ്റെ പകുതി ഭാഗം നിരത്തുക. അതിനുശേഷം ഇതിനു മീതെ വറുത്തു കോരിയ സവാള, അണ്ടിപ്പരിപ്പ് എന്നിവയും ബാക്കി ബിരിയാണി മസാല പൊടിയും വിതറുക. ഇതിനു മീതെ ബാക്കി ചോറ് നിരത്തുക. സവാള വഴറ്റിയ നെയ്യ് ഇതിനു മുകളിൽ ഒഴിക്കുക. ചെമ്പ് അടപ്പ് കൊണ്ട് അടയ്ക്കുക. ആവി പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അടപ്പിന് ചുറ്റും മൈദാമാവ് കുഴച്ച് ഒട്ടിക്കുക. 15 മിനിറ്റ് വേവിക്കുക. അടുപ്പിലാണെങ്കിൽ 10-12 ചിരട്ട കത്തിച്ച് ആ തീയിൽ 15 മിനിറ്റ് വേവിച്ച് പിന്നീട് തീ അണച്ച് ആ കനലിൽ 3/4 മണിക്കൂർ വെക്കണം. ഇതിനുശേഷം അടപ്പ് തുറന്ന് എല്ലാം കൂടി ഇളക്കി മുകളിൽ മുട്ട പുഴുങ്ങിയതും മല്ലിയിലയും തൂകി ചൂടോടുകൂടി ഉപയോഗിക്കാം. നിങ്ങൾ കോഴിക്കോടൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു.